നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. തൃപ്രയാറിൽ ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ വൻതോതിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയിരുന്ന യുവതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ചെറിയത്ത് വീട്ടിൽ ശ്രീലക്ഷ്മിയാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2.270 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. കൂടാതെ മയക്കുമരുന്ന് വിൽപ്പന നടത്തി അനധികൃതമായി സമ്പാദിച്ച 90,500 രൂപയും ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്താനായി ഉപയോഗിക്കുന്ന 50 ഒഴിഞ്ഞ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളും പിടിച്ചെടുത്തു. കരയാമുട്ടം സൊസൈറ്റിക്ക് സമീപമുള്ള വാടക വീട്ടിൽ വെച്ചാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും വലപ്പാട് പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായി ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ലഹരിയുടെ ഉറവിടം കണ്ടെത്തിയത്. പോലീസ് എക്സൈസ് പരിശോധനകൾ ഒഴിവാക്കാൻ അതീവ ജാഗ്രതയോടെയായിരുന്നു ഇവരുടെ ഇടപാടുകൾ. ഇവരുടെ വിശ്വസ്തരായ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഇവർ ലഹരിമരുന്ന് കൈമാറിയിരുന്നത്. യുവതിക്ക് മയക്കുമരുന്ന് എത്തിച്ച് നൽകിയ ആളെക്കുറിച്ചുള്ള നിർണായക വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരവും ഉപയോഗവും നടക്കുന്നത് കേരളത്തിലാണെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഗുരുവായൂർ ടൗൺഹാളിൽ സംഘടിപ്പിച്ച നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമാണ് ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വെച്ച രേഖയുടെ അടിസ്ഥാനത്തിലാണ് താനിത് പറയുന്നത്. ഗുജറാത്ത് കടലിടുക്ക് വഴി മയക്കുമരുന്ന് കേരള തീരത്തെത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തുവന്നിട്ടും തടയിടാൻ സർക്കാരിന് കഴിഞ്ഞില്ല. കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ സർക്കാർ തകർത്തെറിഞ്ഞു. കാർഷിക മലയോര മേഖല തകർന്നു. വീട്ടുനികുതിയും കെട്ടിട നികുതിയും കുത്തനെ കൂട്ടി. വൈദ്യുതി നിരക്ക് നിരവധി തവണ വർദ്ധിപ്പിച്ചു. മിന്നൽ മാജിക് എന്ന പേരിൽ പുതിയ മദ്യമിറക്കി കേരളീയരുടെ കുടുംബജീവിതം സർക്കാർ തകർത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു. ജനപ്രിയമായിട്ടുള്ള ഒരു ഐറ്റം നിങ്ങൾ ആലോചിക്കണം. കേരളത്തിലെ മയക്കുമരുന്ന് നടപടിയെടുക്കാൻ ഈ കേരളത്തിലെ ഏറെത്തരത്തിലുള്ള മുഖ്യമന്ത്രി കഴിയില്ലേ? നമ്മുടെ അതിർത്തി അടക്കം കഴിയില്ലേ? പരിശോധിക്കാൻ കഴിയില്ലേ? ഇവിടെ ഒരു മയക്കുമരുന്ന് വിപണനത്തിക്കാതിരിക്കാനുള്ള പോലീസ് സന്നാഹങ്ങളില്ലേ? എക്സൈസ് സംവിധാനങ്ങളില്ലേ? ഫോറസ്റ്റുകാർ ഉൾപ്പെടെ നാട്ടിൽ ഇത് തഴച്ചു വളരുമ്പോ പിടിക്കാനും കഴിയില്ലേ? നമ്മുടെ സമൂഹത്തെ കാണുന്നു തിന്നുന്ന ഏറ്റവും മാരകമായ വിപത്തായി ജനങ്ങൾ തമ്മിലടിക്കുന്ന, വീട്ടുകാർ തമ്മിലടിക്കുന്ന, എല്ലാവരുടെയും സ്വസ്ഥത കളഞ്ഞ അടുത്ത തലമുറയെ ഇല്ലാതാക്കുന്ന ഏറ്റവും മാരകമായ വിഷം ഈ കേരളം മുഴുവൻ പരത്തല്ലേ? മുക്കിൽ മൂലയിൽ കിട്ടല്ലേ? പെട്ടിക്കടകളിൽ കിട്ടല്ലേ? UDF നിയോജക മണ്ഡലം ചെയർമാൻ RV അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, മുൻ മന്ത്രി PKK ബാവ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC ജനറൽ സെക്രട്ടറിമാരായ O അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, KV ഷാനവാസ്, AS സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മാർച്ച് 31 നടത്താൻ ഉദ്ദേശിച്ച വെടിക്കെട്ട് പൊതു പ്രദർശനത്തിന് അനുമതി നിരസിച്ചു. പോലീസ്, ഫയർ, റവന്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിനെ തുടർന്നാണ് നടപടി. അഗ്നിശമന വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പര്യാപ്തമായ 7 മീറ്റർ വഴിയില്ലാത്തതിനാൽ അപകടമില്ലാത്ത വിധം വെടിക്കെട്ട് പ്രദർശനം നടത്തുന്നതിനുള്ള ഭൗതിക സാഹചര്യമില്ലെന്ന കണ്ടെത്തലാണ് വെടിക്കെട്ട് നിരസിച്ചത്. പൊതുജന സുരക്ഷ മുൻനിർത്തിയാണ് വെടിക്കെട്ട് പൊതു പ്രദർശനത്തിന് അനുമതി നിരസിച്ചതെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. LDF സ്ഥാനാർത്ഥി NK അക്ബറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ചാവക്കാട് ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു. ഗുരുവായൂർ നഗരസഭ വായനശാല ഹാളിൽ നടന്ന കുടുംബസംഗമം CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MK സജീവൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് KA ഷമീർ, ഏരിയ സെക്രട്ടറി KS മനോജ്, ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണി വാറനാട്ട്, CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം RV ഇക്ബാൽ, സുശീലൻ മംഗലാകുന്ന്, KC അനിൽ, ജെയിംസ് ആളൂർ, MA ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. തയ്യൂർ പരേതനായ അറക്കൽ ഔസേപ്പ് മകൻ തോമസ് നിര്യാതനായി 78 വയസ്സായിരുന്നു. സംസ്കാരം തയ്യൂർ നിത്യസഹായമാതാ ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ക്ലാര ഭാര്യയും മേഗി, മിനി, മിജി എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി ഹൈസ്കൂൾ റോഡിൽ താമസിക്കുന്ന കൊള്ളന്നൂർ പരേതനായ കൊച്ചുകുഞ്ഞൻ മകൻ സോമൻ നിര്യാതനായി 46 വയസ്സായിരുന്നു. വടകര
കോംപ്ലറ്റീവ് എഞ്ചിനീയർ കോളേജിലെ ലാബ് ടെക്നീഷ്യനായിരുന്നു. പെഞ്ഞാമുക്ക് സ്കൂൾ റിട്ടയർഡ് അധ്യാപിക മേരി മാതാവും പഴഞ്ഞി മാർത്തോമ LP സ്കൂൾ അധ്യാപിക അജി ഭാര്യയുമാണ്. ഇമ്മാനുവൽ മകനാണ്. സംസ്കാരം ബുധനാഴ്ച നടക്കും. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.